ഹലോ മുത്തുമണികളെ, ഈ ഒരു വീഡിയോ സമയക്കുറവ് കൊണ്ട് മാത്രം നീണ്ടുപോയ ഒരു വീഡിയോ ആണ് മുത്തുമണികളെ. അപ്പം ഈ വീഡിയോ എന്തിനുള്ളതാണ് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അൽ കരച്ചിൽ നാടകം ഒന്നും അങ്ങോട്ട് പഴയതുപോലെ ഏക്കുന്നില്ലാടെ, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പഴയ ഒരു ഗുമ്മ് കിട്ടുന്നില്ല. മറ്റു മുമ്പൊക്കെ ആണെങ്കിൽ കരഞ്ഞും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ പിടിച്ച് തോളിലൊക്കെ വെക്കുമായിരുന്നു. ഇപ്പൊ എത്ര കരഞ്ഞിട്ടും പറ്റുന്നില്ല, എത്ര ഇരന്നിട്ടും പറ്റുന്നില്ല. പിന്നെ ഇതൊന്നും നടന്നില്ല എങ്കിൽ പിന്നെ ഓട്ടം തന്നെ അവള് പ്ലേറ്റ് മാറ്റും. അതായത് അഹങ്കാര കാലഘട്ടം വരും. പിന്നെ ഈ അഹങ്കാര കാലഘട്ടത്തിൽ എന്റെ പൊന്നോ, ഇവര് പറയണ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കേൾക്കണം. സൗണ്ട് എനിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ എന്തോന്നാണ്, ഷാന്റെ വാപ്പയും ഷെഫീനാത്തേരെ വാപ്പയും ഒന്നാണ് എന്ന് പറഞ്ഞും കൊണ്ട് ഇവള് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അൽ ഉഡായിപ്പുമ്മ. അപ്പൊ ഈ അൽ ഉഡായിപ്പുമ്മ എല്ലാവർക്കും അച്ഛനെ ഉണ്ടാക്കുക, ഉപ്പാനെ ഉണ്ടാക്കുക, മറ്റുള്ളവരുടെ ഉപ്പമാരെ തിരക്കുക, അച്ഛനെ തിരക്കുക. പിന്നെ ഒരു വേണ്ടാത്തൊരു ഗർഭം ചുമക്കുന്നുണ്ട്, ആ ഗർഭത്തിന് ഉത്തരവാദീനെ നാട്ടിൽ ചെന്ന് കിടന്ന് അന്വേഷിക്കുക. അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് നാടകങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ഇടയിൽ കുറെ സംഭവ വികാസങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കി, അല്ലാതെ ശ്രമിച്ചു നോക്കി, അതൊന്നും നന്നാവുന്ന ഒരു സൈസ് അല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടി ഇന്നലെ നമ്മുടെ ഷെഫീന താത്തേനെ എന്തെല്ലോ പറഞ്ഞത് ആരെ കുറിച്ചാണ് പറയണെന്ന് നമ്മളൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ. അതിനു വേണ്ടിയിട്ട് ആണ് ഈ ഒരു വീഡിയോ. ഫസ്റ്റ് പുള്ളിക്കാരിത്തി പറയണ ഒരു കാര്യം എന്ന് പറയണത്, ഷെഫീന താത്തയുടെ ഉമ്മാനെ ഇവര് സെക്രട്ടേറിയറ്റിൽ പോയി അന്വേഷിച്ചെന്ന്. എന്ത് മോളെ സെക്രട്ടേറിയറ്റിൽ പോയി അന്വേഷിച്ചത്? മുഖ്യമന്ത്രിയായിരുന്ന ഷെഫീന താത്തയുടെ ഉമ്മ എന്ത് മുഖ്യമന്ത്രിയാ? നീ സെക്രട്ടേറിയറ്റിൽ പോയി അന്വേഷിച്ചത്? അപ്പൊ സെക്രട്ടേറിയറ്റിൽ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് നല്ല പുള്ളിയാണ് എന്ന് പറഞ്ഞെന്ന്. എടി, നിന്റെ ഉമ്മാനെ കുറിച്ച് നീ തന്നെ പറഞ്ഞ കുറെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത്രയും സെക്രട്ടേറിയറ്റിൽ പോയപ്പോഴത്തേക്ക് ഷെഫീന താത്തയുടെ ഉമ്മാനെ കുറിച്ച് പറഞ്ഞായിരുന്ന നീ തന്നെ നിന്റെ ഉമ്മാനെ കുറിച്ച്, നിന്റെ ഉപ്പാനെ കുറിച്ച്, നിന്റെ മുൻ ഭർത്താക്കന്മാരെ കുറിച്ച്, നിന്റെ ആങ്ങളമാരെ കുറിച്ച് നീ തന്നെ കുറെ അധികം സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഷെഫീന താത്തയുടെ ഉമ്മാനെ കുറിച്ച് പറഞ്ഞായിരുന്ന മോളെ. ബാക്കി ഞാനെന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ഉമ്മ വിളിച്ചതാണ് പ്രശ്നം. എന്ന് നോക്കിയാലും നമ്പർ മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഷെഫീന താത്തേനെ എന്നും വിളിച്ചിട്ട് നീ അതല്ലേടി, നീ ഇതല്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ചീത്ത വിളിക്കലാണ് അവരെ ഒരു ഹോബി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇവര് ആ കോള് റെക്കോർഡ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത്. ഇത് എത്ര ദിവസങ്ങളായി തുടങ്ങിയ ഒരു സംഭവമാണെന്ന് അറിയാമോ? അത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തലാക്കിപ്പിക്കാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യാൻ, നിങ്ങളത് കോള് ബ്ലോക്ക് ചെയ്തെന്നാണ് പറയണത്. ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവർ അടുത്ത നമ്പറിൽ വിളിക്കും. ഷെഫീന താത്തയ്ക്ക് 3 നമ്പറുണ്ട്. ഈ 3 നമ്പർ ഈ തള്ളയുടെ കയ്യിലുണ്ടെന്നേ. ഇതാര് കൊടുക്കുന്നത്? എനിക്ക് പോലും ഒരു നമ്പരേ അറിയാവൂ. ഷെഫീന താത്തയുടെ ഒറ്റ ഒരു നമ്പരേ എനിക്ക് പോലും അറിയാവൂ. ഇവരുടെ കയ്യിൽ ഈ 3 നമ്പരും ഉണ്ട് എന്നാണ് പറയണത്. ഈ വയസ്സാം കാലത്ത് എവിടെയെങ്കിലും ഖുറാൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന് പകരം എന്തിനാന്നിങ്ങനെ. ഇനി ബാക്കി ഞാൻ പറഞ്ഞു അത്ര നികൃഷ്ട ജീവി എന്ന്. നീ എന്റെ മക്കളെ എന്തോന്ന് പറഞ്ഞത്? എന്റെ മോളെ എന്തോന്ന് പറഞ്ഞത്? ഈ പറയണതിന് തിരിച്ചു കിട്ടൂലേ മോളെ? പറയണതിന് തിരിച്ചു കിട്ടും. അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയണുണ്ടായിരുന്നു. അതായത് ഷെഫീന താത്തയ്ക്ക് ഒരു ഡ്രൈവറുണ്ട്. ആ ഡ്രൈവറാണ് ഇവളുടെ വയറ്റിൽ കിടക്കണ കൊച്ചിന്റെ തന്തയെന്ന് ഷെഫീന താത്ത പറഞ്ഞെന്ന്. അത്രയ്ക്ക് ദാരിദ്ര്യോടെ അല്ല, ഷെഫീന താത്തയുടെ അടുത്താണ് ഞാൻ ചോദിക്കണം, നിങ്ങൾ ആ ഡ്രൈവറിന് അത്രയ്ക്ക് ദാരിദ്ര്യം ഉണ്ടാ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഈ തോന്നുന്നത്. ഈ ഡ്രൈവർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്ന് പറയുന്ന ഷാജി ചേട്ടനെ ആയിരിക്കും പറയണത്. ആ മനുഷ്യൻ കല്യാണം കഴിച്ച ആ മനുഷ്യൻ 2-3 മക്കളെങ്ങാണ്ടൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്കറിയാൻ പാടില്ല. അയ്യോ, അല്ല മോളെ, ഞാൻ നെജിലേരുടെ അടുത്താണ് ചോദിക്കണത്, മോൾക്ക് ഈ ഗർഭം ആരെങ്കിലും തലയിൽ വെച്ച് കെട്ടണമെന്നുണ്ടാ? ഇതിങ്ങനെ കൊണ്ടു നടന്ന് ഇങ്ങനെ ഓരോരുത്തർക്ക് ഇത് നിന്റെ കൊച്ചാണ്, ഇത് നിന്റെ കൊച്ചാണ്, നിന്റെ കൊച്ചാണ്, ഇതൊന്ന് പൊതു സ്വത്താ. നീയല്ലേ അടങ്കൽ എടുത്തിരിക്കുന്നത്? അതായത് ലോകത്തുള്ള ആണുങ്ങളുടെ ഈ പിന്നെ അങ്ങനെ തെരുവിൽ കിടക്കുന്ന ഭാര്യമാര് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന
വീട്ടില് പ്രശ്നങ്ങൾ ഉള്ള ആണുങ്ങളുടെ വംശം നിലനിർത്തി കൊടുക്കുമെന്നുള്ള ഒരു അടങ്കൽ എടുത്തിരിക്കുന്നത് പൊന്നുമോളെ നീയാണ്. എന്നിട്ട് എന്ത് ഈ ഗർഭം എന്താ ഈ കണ്ടവരെയൊക്കെ തലയിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്? സത്യത്തില് എത്ര തന്തമാര് ചോദിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ചോദിക്കണേന്ന്. പടക്കശാല ഷെഫീനാന്ന്. ഇവള് ബോംബുശാല. ഷെഫീന താത്ത പടക്കശാല. ഇവളപ്പൊ എന്തായിരിക്കും? ഇവള് എന്നെ പറയുന്നുണ്ട് ഇവളുടെ കുടുംബ പാരമ്പര്യമൊക്കെ പറയുന്നത്. അയ്യോ എന്തൊരു രസകരമായിട്ടാണെന്നറിയോ, ഉമ്മാനെ കുറിച്ച് വാപ്പാനെ കുറിച്ചൊക്കെ എന്ത് അടിപൊളിയായിട്ടാണ് പാരമ്പര്യം പറയണെന്നറിയാമോ? അപ്പൊ നിന്റെ കുടുംബത്തിനെ നാട്ടുകാർ വിളിക്കുന്നത് ബോംബുശാലയെന്ന് നമ്മളെ. അതായത് ഷെഫീന താത്തേരെ ചാനലിൽ നല്ലൊരു കണ്ടന്റ് വെച്ച ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാൻ. ഈ പറയണ ആളിന്റെ ചാനലിൽ ഭയങ്കര നല്ല കണ്ടന്റാണ്. എന്റെ പൊന്നോ, ഞാൻ 1 വർഷത്തോളമായി ഇവരുടെ ചാനൽ കാണുന്നു. ഈ ചാനൽ കാണുന്നതിൽ എല്ലാം തന്നെ ഒന്നിക്ക് വാപ്പയ്ക്ക് അവിഹിതം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉമ്മയ്ക്ക് അവിഹിതം ഉണ്ടാക്കും. ഇതൊന്നും പോരായെങ്കിൽ ഇവർക്ക് വിരലിലെണ്ണാൻ പറ്റാത്ത ഭർത്താക്കന്മാരും കാമുകന്മാരും ഉണ്ട്. ഇവന്മാർക്കൊക്കെ അവിഹിതം ഉണ്ടാക്കും. ഇതൊന്നും പോരാത്തത് കൊണ്ട് ഇപ്പൊ മക്കളെ തോളിലാണ്, ഇത്തിരി പോകുന്ന മക്കളെ തോളിലാണ് കേറിയിരിക്കണത്. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചത് മോളെ? എന്നിട്ട് ബാക്കി പൊന്നാര മോൾ അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയണുണ്ട്. നീ ആ രായമ്മേരെ മക്കൾക്ക് നിക്കർ വാങ്ങിച്ചു കൊടടി. എന്റെ മോന്റെ നിക്കറിൽ എന്തോ ഒരു വള്ളി തൂങ്ങിക്കിടന്നെന്ന്. എടി രായമ്മേരെ മക്കൾക്ക് ഡ്രസ്സില്ല എന്ന് പറഞ്ഞ് നടു റോട്ടിൽ വന്ന് നിന്നെപ്പോലെ നിന്റെ ചാനൽ എന്ന് പറയുന്നത് വളരെ വലിയൊരു ചാനലാണ്. അതിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു മാസം 50,000 രൂപ ശമ്പളം കിട്ടുമെന്നുള്ളത് ഓൺലൈൻ മീഡിയ യൂസ് ചെയ്യുന്ന ഏതൊരു കണ്ണുപൊട്ടനും അറിയാവുന്ന സത്യമാണ്. അങ്ങനെ 50,000 രൂപ നീ ശമ്പളം വാങ്ങിക്കുന്ന കാലത്ത് ഒരു ഷഡ്ഡിയ പോലും നിന്റെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. നീ കൊടുക്കാൻ നിനക്ക് പറ്റിയിട്ടില്ല. കാരണം കാമുകന്മാരെ തീറ്റിക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊരു മക്കള്, എന്തൊരു ഷഡ്ഡിയ. അങ്ങനെ ഷഡ്ഡിയ ഇടാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞും കൊണ്ട് ഡെയിലി വീട്ടിന്റെ അകത്ത് ഒരു അശയും കെട്ടിയിട്ട് എന്റെ മക്കൾക്ക് ഇടാൻ ഡ്രസ്സില്ലേ, അയ്യോ ഇക്ക ചോറ് കഴിച്ചോ ഇക്ക, ചായ കുടിച്ചോ ഇക്ക, കണ്ടാ ഇക്ക എന്റെ മക്കൾക്ക് ഇടാൻ ഡ്രസ്സില്ല ഇക്ക, എന്റെ മക്കൾക്ക് തിന്നാനില്ല ഇക്ക, എന്റെ മക്കൾക്ക് ഇറച്ചി തിന്നാൻ പൂതിയാകുന്ന ഇക്കാന്ന് പറഞ്ഞും കൊണ്ട് ഓരോ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരുടെ പിന്നാലെ പോയ ചരിത്രമുള്ള അൽ തേയില മോളെ അങ്ങനെ ഒരു ഗതികേട് ബീനിന് ഉണ്ടായിട്ടില്ല. അതായത് രായമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലായ? ഇനി ഇല്ല എങ്കിൽ ഇല്ലാത്തതുപോലെ ജീവിക്കാൻ രായമ്മേരെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ മക്കൾക്ക് വള്ളി ട്രൗസർ വാങ്ങിച്ചു തരാൻ നിന്റെ ഒത്താശ എനിക്ക് ആവശ്യമില്ല. മനസ്സിലായ? അത് നീ വാങ്ങിച്ച് നിന്റെ മക്കൾക്ക് ഇട്ടുകൊടു. അതിന്റെ ഇടയിൽ പറയണുണ്ട് രായമ്മേരെ വീട്ടില് രായമ്മയാണ് പുരുഷൻ. രായമ്മേരെ ഭർത്താവിന് ചുരിദാർ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പാന്റ് ഷർട്ട് ഇടും. എനിക്ക് ഇഷ്ടമുള്ളത് ഇടൂടി. എന്റെ ഭർത്താവ് ചിലപ്പോൾ എന്റെ ചുരിദാർ ഇടും, ഞാൻ എന്റെ ഭർത്താവിന്റെ പാന്റ് ഷർട്ട് ഇടും. എന്റെ ഭർത്താവിന്റെ പാന്റ് ഷർട്ടും ഇല്ലേടി ഞാൻ ഇടണത്. അല്ലാതെ വല്ല കണ്ണി കണ്ട പെണ്ണുങ്ങളുടെയും മാപ്പിളമാരെ പിടിച്ച് അവരെ ഷഡ്ഡിയെന്ന് ഞാൻ ഇടൂലല്ലോടി. എന്റെ ഭർത്താവിന്റെ പാന്റ് ഷർട്ടും ചിലപ്പോൾ ഞാനിടും, എന്റെ ചുരിദാർ ചിലപ്പോൾ എന്റെ മനുഷ്യനിടും. ഞങ്ങൾ പങ്കാളികളാണ്, അല്ലാതെ ഞങ്ങൾ അല്ലുടായ്പ പങ്കാളികളല്ല. മനസ്സിലായ? അങ്ങനെ ഇനി നീ നിന്റെ ഭർത്താവിന്റെ പാന്റ് ഷർട്ടും ചോദിച്ചിട്ട് തരാത്തത് കൊണ്ടാണ് നിന്റെ 3 ഭർത്താക്കന്മാരെ നീ അടിച്ച് പുറത്തിറക്കിയത്. അല്ല, നിന്റെ വീട്ടിൽ ആരാണ് പുരുഷൻ? നീ തെണ്ടിപ്പറക്കിയ പൈസ കൊണ്ടാണ് നീ ഇപ്പൊ നിന്റെ കാമുകനെയും നിന്റെ മക്കളെയൊക്കെ പോറ്റുന്നെന്നാണ് ആ നാട്ടുകാർ പറയണത്. അത് സത്യമായിരിക്കും. കാരണം രാവും പകലും നിർത്താതെ ഓടിയിട്ടും ഞങ്ങൾക്ക് ഈ ഒരു കുടുംബം ഇങ്ങനെ 2 വർഷം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് കിടക്കണം. അതിൻ്റെ ഇടയിൽ ഒരു ജോലി പോലും ഇല്ലാതെ നിങ്ങൾ എങ്ങനെ മുത്തേ ചെലവും കാര്യങ്ങളൊക്കെ നടത്തുന്നത്? ചോദിച്ചതാണ്. എന്റെ വീട്ടിന്റെ ചെലവും കാര്യമൊക്കെ നീ ചോദിച്ചത് കൊണ്ട് ഞാൻ ചോദിച്ചു പോയതാണ്. ഈ ചെലവും കാര്യങ്ങളും നിന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന ഈ കിഴങ്ങനായ
ഇത്തിക്കണ്ണി അല്ലല്ലോ കൊണ്ടുവരണത്. നീ തെണ്ടിപ്പറക്കുന്നതും നീ യൂട്യൂബിൽ കണ്ടവരുടെ ചീത്തവിളി കേൾക്കുന്നതൊക്കെ പൈസയാണല്ലോ. അപ്പം നിൻ്റെ വീട്ടിലെ ചിലവാര് നടത്തുന്നത്? നീയാണോ നിൻ്റെ വീട്ടിലെ ആണ്? മോണിറ്റൈസേഷൻ ഓഫാക്കിയിട്ട് ഞങ്ങൾ വീഡിയോ ഇട് എന്നാണ് പറയുന്നത്. മനസ്സില്ല, ഞങ്ങളെ സ്വന്തം കുടുംബം വിറ്റ് തിന്നുന്ന ആൾക്കാരല്ലല്ലോ. ഞങ്ങള് പൊതുസമൂഹത്തില് പൊതു ആളുകൾ അറിയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ചാനൽ എടുത്തിട്ട് സ്വന്തം കുടുംബം വിറ്റ് തിന്നുന്നില്ല. സ്വന്തം കുടുംബത്തിന് വിറ്റ് തിന്നാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ചാനൽ എടുത്തത്. പിന്നെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഏത് തെണ്ടിക്കും എടുക്കാം. ഏത് തെണ്ടി എടുത്താലും യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം കിട്ടും. അത് ഏത് രീതിയിൽ യൂസ് ചെയ്യണം എന്നുള്ളത് അവനവന്റെ തീരുമാനമാണ്. ഞങ്ങൾ എന്തിനാണ് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യേണ്ടത്? സ്വന്തം കുടുംബം വിറ്റ് തിന്നുന്ന നീ ചോണയുണ്ടെങ്കിൽ നീ നിന്റെ മോണിറ്റൈസേഷൻ ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് കാണട്ടെ അന്തസ് എന്താണെന്ന്. കത്തേരടുത്ത് ഇവര് പറയണുണ്ട്, നീ 2 കാലി നടന്ന് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലൊന്ന് നടന്ന് വായെന്ന്. എടി, അവർക്ക് വൈകല്യമുണ്ട്. അവർക്ക് 2 കാല് കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇറങ്ങി നടന്ന് ഒരിടത്തും പോവാനും വരാനും വേണ്ടിയിട്ടൊന്നും പറ്റൂല. ഇത് അവർക്ക് വൈകല്യം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിനൊക്കെ പുറമെ ഇവർക്ക് വൈകല്യ സർട്ടിഫിക്കറ്റും ഉണ്ടടേ. ഇവർക്ക് വൈകല്യ സർട്ടിഫിക്കറ്റും ഉണ്ട്. പൊന്നുമോള് വിചാരിക്കുന്നുണ്ടാ ഈ വൈകല്യം എന്ന് പറയുന്നത് ഇവർക്കൊക്കെ മാത്രമേ ഉണ്ടാവൂ, നമുക്കൊന്നും ഉണ്ടാവൂല, നമ്മളെല്ലാ കാലത്തും ഇങ്ങനെ ഭയങ്കര ആരോഗ്യപൂർണ്ണമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടാ? എനിക്കറിയാവുന്ന ഒരു കഥയുണ്ട്. അതായത് മുമ്പ് ഈ TV-യിൽ കാണിച്ചതാണ്. ഒന്ന് പ്രസവിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അവര്. ഈ പ്രസവിക്കാൻ വേണ്ടിയിട്ട് പോയെടുത്ത് ആ കുട്ടീനെ പ്രസവിക്കുന്നതിന്റെ ഇടയിൽ ഇവരുടെ മൂത്രസഞ്ചി കൂടി കട്ടായിപ്പോയി. അവര് ഇന്നും ഇപ്പൊ അവര് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അവര് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അപ്പം അത് ഇങ്ങനെ താഴെ കൂടി പോവും, മൂത്രമായിട്ട് പോവും. ഇവര് പോലും അറിയില്ല. അങ്ങനെ ഇവര് ഒരുപാട് പാഡും പിന്നെ ഇങ്ങനെ ലുങ്കികളുണ്ടല്ലോ, 5 ലുങ്കി വരെയൊക്കെ ഇങ്ങനെ മടക്കി ഈ പാഡ് വെക്കും പോലെ വെച്ചിട്ടാണ് ഇവര് പുറത്തേക്ക് എന്തിനെങ്കിലും ഇറങ്ങുന്നത്. ഇനി പുറത്തിറങ്ങിയാൽ പോലും അവരെന്ത് ചെയ്യും? വെള്ളം കുടിക്കൂല. വെള്ളം കുടിച്ചാൽ അപ്പം തന്നെ ഇവർക്ക് അത് താഴെ കൂടി ഇങ്ങനെ പോകും. മൂത്രം ഒഴിക്കണമെന്ന് ചിന്തിക്കുന്നു പോലും വേണ്ട. അങ്ങനെ വെള്ളം കുടിച്ചാൽ അതങ്ങ് ഒഴുകി അങ്ങ് പോകും. അങ്ങനെ ഒരു ദുരന്ത ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് മുമ്പ് ഞാൻ ന്യൂസ് ചാനലുകളിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ജീവിച്ച് വന്ന ഒരു വ്യക്തി ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് ബിൽഡിങ് പണിയെടുക്കുന്ന ഒരാളാണ്. ആ പുള്ളിക്കാരൻ ബിൽഡിങ്ങിന്റെ മുകളിൽ നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു പുള്ളിക്കാരനാണ്. ആ പുള്ളിക്കാരൻ പിന്നെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് നട്ടെല്ല് പൊട്ടിപ്പോയിട്ട് 2 കാലും കയ്യും ഒക്കെ ഇങ്ങനെ തിറമ്പിയതുപോലെ, അതായത് ഒരു പിന്നെ ബലമൊന്നും ഇല്ല. അയാള് വർഷങ്ങളായിട്ട് 18 കൊല്ലമായിട്ട് അയാൾ കിടപ്പിലാണ്. അതേ കിടപ്പിൽ അങ്ങനെ തന്നെ കിടക്കുന്നതായിട്ട് ഞാൻ ന്യൂസ് ചാനലുകളിൽ കണ്ടിട്ടുള്ളതാണ്. ആരും അറിയുന്നില്ല, നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. എന്താണ് ഇത്തരത്തിലൊരു കിടപ്പ് രോഗിയായിട്ട് അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ പരിചരിക്കാൻ നമുക്ക് തന്നെ കഴിയാതെ വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ഈ അവസ്ഥ എന്ന് പറയുന്നത് അത് ദയനീയമായ ഒരവസ്ഥയാണ്. എന്തായാലും ഷെഫീന താത്തയ്ക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഒരു ബാലാവകാശ കമ്മീഷനിലൊക്കെ 2 നില അവർ വലിഞ്ഞു കയറിയിട്ടുണ്ട് ആ ഒരു ആരോഗ്യം വെച്ചും കൊണ്ട്. അപ്പൊ അൽഹംദുലില്ലാ എന്നേ പറയാൻ പറ്റൂ. കാരണം കിടപ്പിൽ നിന്ന് അവര് കയറി വന്ന ഒരു ജീവിത രീതിയാണ് ആ ഒരു ജീവിത രീതി. അപ്പൊ അത് മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ ആ ഒരു ദുരന്തത്തിന് ഇങ്ങനെ ഭയങ്കര അഹങ്കാരം പോലെ പറയാൻ വേണ്ടിയിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ നാളെയെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിന്റെ നാളെ എന്തായിരിക്കുമെന്ന് നിനക്ക് പ്രവചിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? അപ്പൊ അതുകൊണ്ട് മോളെ, ഒരാളുടെ വൈകല്യം പറഞ്ഞും കൊണ്ട് വലിയ അഹങ്കാരം കാണിക്കല്ലേ മോളെ. നിന്റെ ജീവിതത്തിലുള്ള ഒരവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്ത് കാര്യം പറഞ്ഞിട്ട് അഹങ്കരിക്കുന്നോ അത് അടുത്ത ദിവസം അതില്ല എന്ന് പറഞ്ഞ് നീ കരയുന്നത് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ആരോഗ്യം പറഞ്ഞ് പൊന്നു മോളെ നീ അഹങ്കരിക്കല്ലേ. പടച്ചിറപ്പ് എന്താണ് നിനക്ക് തരാൻ പോകുന്നതെന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ ആരോഗ്യം പറഞ്ഞ് നീ അഹങ്കരിക്കല്ലേ പൊന്നുമോളെ. അതായത് ഷെഫീന താത്തയുടെ മോന് 33 വയസ്സുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. മോളെ നിനക്ക് തെറ്റി. ഷെഫീന താത്തയുടെ മോന് 28 വയസ്സാണുള്ളത്. ഇപ്പൊ 1 മാസം 2 മാസം കണ്ട് കഴിയുമ്പോഴത്തേക്ക് അവന് 29 വയസ്സാവും. 29 വയസ്സ് എന്ന് പറയുന്നത് ഒരു ആണിനെ സംബന്ധിച്ച് അവന്റെ വിവാഹപ്രായമല്ല.
പക്ഷെ അവന്റെ ഉമ്മയെ സംബന്ധിച്ച് അവനൊരു വിവാഹപ്രായമാണ്. സ്വാഭാവികം. ആൺകുട്ടികൾ വലുതായി കഴിഞ്ഞ് അവരൊരു ഒരു ജോബിൽ കയറി കഴിഞ്ഞാൽ അവന്റെ ഉമ്മ ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്നറിയാമോ? എൻ്റെ മകൻ ഒരു ജോലി കിട്ടി, ഇനി അവൻ എന്താണ് ചെയ്യേണ്ടത്? അവൻ കല്യാണം കഴിക്കണം എന്ന് ചിന്തിക്കുന്നത് ഒരു ഉമ്മയുടെ ചിന്താഗതിയാണ്. അപ്പൊ ആ ഒരു ചിന്താഗതിയിൽ ഷെഫീന താത്തയെ ഒരു ബ്രോക്കർ തള്ള വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഏതോ ഒരു രീതിയിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ് കോണ്ടാക്ട് ചെയ്തതെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ഇരിക്കട്ടെ, എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഒരു ബ്രോക്കർ തള്ള വിളിച്ചപ്പോ ആ ബ്രോക്കർ തള്ളയുടെ അടുത്ത് ഒരു ഉമ്മ പറയാണ്, എന്റെ മോന് പറ്റിയ പെൺകുട്ടികൾ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. സ്വാഭാവികം. ഒരു ബ്രോക്കറിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കല്യാണപ്രായമായ ഒരു ആളും ഉണ്ട് എങ്കിൽ നമ്മൾ പറയും. 100 കണക്കിന് ബ്രോക്കർമാരടുത്ത് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളൊരു നല്ല കല്യാണാലോചന നമ്മളെ മക്കൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതൊരു ഉമ്മ എന്നുള്ള നിലയിൽ വലിയ കാര്യമാണ്. അതിനെ ഒരു ആക്ഷേപം പോലെ നീ പറയുന്ന എന്തോ അവരെ മോന് കല്യാണം ആലോചിച്ചത്, പെണ്ണാലോചിച്ചത്, നിന്റെ വോയിസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ പെണ്ണ് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പെണ്ണാലോചിച്ചത്, അല്ലാതെ കട്ടിലിന്റെ അടി കയറ്റാൻ വേണ്ടിയിട്ടല്ല അവര് പെണ്ണാലോചിച്ചത്. നീ അത് ആലോചിക്കണം. അത് ഒരു ബ്രോക്കറിന്റെ അടുത്താണ് പറഞ്ഞത്. ബ്രോക്കറിന്റെ അടുത്ത് പിന്നെ ചിക്കൻ ബിരിയാണി കൊണ്ടുവരാൻ പറയാൻ പറ്റുമോടി? ഇപ്പൊ എന്നെ കാണുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും, ഒരു ചുരിദാർ തച്ച് തരുമോ എന്ന് ചോദിക്കും. കാരണം എൻ്റെ ജോലി എന്താണ്? തയ്യൽ ജോലിയാണ്. അപ്പൊ എന്നെ കാണുന്ന ആൾക്കാർ ചോദിക്കും, എനിക്കൊരു ബ്ലൗസ് തച്ച് തരുമോ, അല്ലെങ്കിൽ എൻ്റെ പാൻറ് ഒന്ന് കീറിപ്പോയി എനിക്കതൊന്ന് തച്ച് തരുമോ എന്ന് ചോദിക്കും. എൻ്റെ അടുത്ത് വന്നിട്ട് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. കാരണം എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്ത്? തയ്യലാണ്. അപ്പൊ അതുപോലെ ഷെഫീന താത്തേനെ ഒരു ബ്രോക്കർ വിളിച്ചപ്പോ ആ ബ്രോക്കറിന്റെ അടുത്ത് ഷെഫീന താത്ത എന്ത് പറഞ്ഞ്, എൻ്റെ മോന് പറ്റിയ ഒരു ആലോചന വല്ലതും നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞത് വലിയ തെറ്റ്. അപ്പോഴും നീ ചിന്തിക്കണം. നീ പറയണം 33 വയസ്സായ ആ കൊച്ചിന് ഒരു സ്നേഹബന്ധം പോലും ഇല്ലാന്ന്. 33 വയസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഫാന്റസി ലൈഫിൽ കൂടി പോവേണ്ടുന്ന ഒരാളാണ്. എന്തായാലും ആ കൊച്ചിന് 33 വയസ്സില്ല, 29 വയസ്സ്, 28 വയസ്സാണ് ഉള്ളത്. ആ കൊച്ചിന് ഒരു സ്നേഹബന്ധം പോലും ഇല്ലാന്ന്. ഒരു സ്നേഹബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും കൈപിടിച്ചു കൊടുക്കായിരുന്നു. അങ്ങനെ ഒരു ബന്ധത്തിന് പോലും ആ കൊച്ചു നിൽക്കുന്നില്ലാന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൊച്ചിന് ഒരു കല്യാണം ആലോചിച്ച് സ്വന്തം ഉമ്മ ഒരു ബ്രോക്കറിന്റെ അടുത്ത് പറഞ്ഞ് കല്യാണം ആലോചിച്ചത് നിനക്ക് വലിയ അപമാനം. പിന്നെ എന്തോ ചെയ്യേണ്ടത്? നീ ചെയ്തതുപോലെ കട്ടിലിന്റെ അടിയിൽ ആളെ വിളിച്ചു കയറ്റ അത് ചെയ്ത കൊള്ളാം. ഒരു ഉമ്മ ഒരു ബ്രോക്കറിന്റെ അടുത്ത് സ്വന്തം മോന് കല്യാണം ആലോചിച്ച് തരുമോ എന്ന് ചോദിച്ചത് തെറ്റ്. അതിന്റെ വോയിസ് റെക്കോർഡ് നിന്റെ കയ്യിലുണ്ട്. പിന്നെ തല പോകുന്ന കാര്യമില്ലേ? നീ ഏത് ലോകത്ത് വെച്ചേ ജീവിക്കണത്? 28 വയസ്സുള്ള കൊച്ച് കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. നീ അതേ കണക്ക് തന്നെ പറയണ ഒരു കാര്യമുണ്ട്. എൻ്റെ ഐഷ നെഹ കെട്ടാച്ചരക്കായിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഷെഫീന താത്തേരെ മോന് പെണ്ണ് കിട്ടൂല. പെണ്ണ് കിട്ടിയില്ലെങ്കിൽ വേണ്ട, പെണ്ണ് കിട്ടണ്ട. ഒരു മനുഷ്യന്റെ ജീവിതം ഇരിക്കുന്നത് കല്യാണ ജീവിതത്തിലല്ല. നിന്നെ പഠിപ്പിച്ചവരാ പച്ച മടൽ വെട്ടി അടിക്കേണ്ട കാര്യമാണ്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു ഫാക്ട് മാത്രമാണ് കല്യാണം എന്ന് പറയുന്നത്. ആ കല്യാണം തന്നെ സക്സസ് ആവണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരാളല്ല നമ്മളെ ജീവിതത്തിൽ കയറി വരണതെങ്കിൽ നമ്മളെ ജീവിതം തന്നെ കോഞ്ഞാട്ടയാകും. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിന്നെയൊക്കെ പോലത്തെ ഹലഹലതിയൊക്കെ കുടുംബത്ത് വന്ന് കയറിയാൽ ആ കുടുംബത്തിന്റെ ഇപ്പോഴവര് നല്ല സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുന്നുണ്ട് ആ അമ്മയും മക്കളും. അപ്പൊ നിന്നെയൊക്കെ പോലത്തെ ഏതെങ്കിലും അല്ലുടായിപ്പോ ടീംസ് ഒക്കെ ചെന്ന് തലയിൽ കയറി കഴിഞ്ഞാൽ ആ കുടുംബമൊക്കെ ഭിന്നം ആയി പോകും. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കല്യാണമേ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും ആ കൊച്ചിന് നല്ലൊരു ജോലിയുണ്ട്, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗന്ദര്യവും ഉണ്ട്, പിന്നെ അവർക്ക് പറയാൻ വേണ്ടിയിട്ട് നല്ലൊരു കുടുംബ പാരമ്പര്യവും ഉണ്ട്. നീ എന്നെ പറഞ്ഞതല്ലേ വലിയ കുടുംബ പാരമ്പര്യം ഉണ്ടെന്ന്. എന്തായാലും നിന്റെ അത്ര നാറിയ കുടുംബ പാരമ്പര്യം ഇല്ലല്ലോ. ഈ നാറിയ കുടുംബ പാരമ്പര്യമുള്ള നിനക്ക് പോലും എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വന്ന് കട്ടിലിന്റെ അടിയിൽ ഇരിക്കണത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ടെക്നോ പാർക്കിൽ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആ കൊച്ചിന് നല്ലൊരു ആലോചന വരാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നും ഇല്ലാതെ. ഷെഫീന താത്തേരെ ഉമ്മാന്റെ അടുത്ത് ചോദിച്ചപ്പോ അവളെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നു. അല്ലാതെ
അവള് കട്ടിലിന്റെ ഇടയിൽ ആളെ കയറ്റി, അവളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവള് മോളെ നോക്കുന്നില്ല, കൊച്ചുങ്ങളെ നോക്കുന്നില്ല, ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അവരെവിടെ പോകുന്നോ അവിടെ അവരുടെ മക്കളും ഉണ്ട്, അവരുടെ കൂടെ അവരുടെ മക്കളും ഉണ്ട്. മനസ്സിലായ? അവരെ ഉമ്മ പറഞ്ഞത്രേ അറിഞ്ഞൂടാന്ന്. നിന്റെ നാട്ടിൽ വന്ന് നിന്റെ ഉമ്മാന്റെ അടുത്ത് നിന്നെ കുറിച്ച് ചോദിച്ചാൽ എന്താണ് കിട്ടുന്നതെന്ന് അറിയാമല്ലോ. മറ്റൊരാളെ കുറ്റം പറയാൻ പറ്റിയ ചളുക്ക്. പിന്നെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് അവിടെ ഒരുപാട് കംപ്ലൈന്റുകൾ വരണുണ്ടെന്ന്. എവളെ വീട്ടിന്റെ അടുത്ത് പോയി നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് എൻ്റെ പൊന്ന് സഹൃദയരെ. നിങ്ങൾ എവളെ വീട്ടിന്റെ അടുത്ത് പോയി ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഷെഫീന താത്തയ്ക്ക് എവിടെയൊക്കെ കേസുണ്ട്. തിരുവനന്തപുരത്ത്, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, ആലപ്പുഴ, കൊയിലാണ്ടി, പിന്നെ എവിടെയൊക്കെ ഉണ്ട്, എല്ലായിടത്തും കേസുണ്ട്. എനിക്ക് പള്ളിക്കൽ മാത്രമേ കേസുള്ളൂ. സാരമില്ല, ഇനി അങ്ങോട്ട് കിടക്കയില്ലേ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ. എവിടെ നിന്നല്ല എന്തെല്ലാം കേസുകൾ വരണുണ്ടെന്ന് പടച്ച തമ്പുരാന് പോലും അറിഞ്ഞൂടാ. കാരണം ഈ വംശം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഉഷിരുള്ള പെണ്ണിന്റെ കുടുംബത്തിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ, ഇതിപ്പോ ഉഷിരില്ലാത്ത ഏതൊക്കെയോ പെണ്ണുങ്ങളുടെ വീട്ടിൽ ചെന്ന് കയറിയത് കൊണ്ട് ഇതുവരെ നാല് പള്ള വീർപ്പിക്കാനുള്ള ഉപകരണം കിട്ടിയിട്ടും വലിയ കുഴപ്പങ്ങളും തട്ടുകേടുകളും ഇല്ലാതെ പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി അങ്ങോട്ട് ഏതെങ്കിലും ഒരു ഉഷിരുള്ള പെണ്ണിന്റെ കുടുംബത്തോട്ടൊന്ന് കയറി പോവണേ എന്ന് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോ ഇനിയിപ്പോ കേരളത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് കേസുകളൊക്കെ വരാം. ബാക്കി പറ. ജാക്കിച്ചാൻ എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ അവള് സഹിച്ചെന്ന്. നീ അല്ല സഹിച്ചോണ്ടിരിക്കണത്, ഇപ്പൊ നാട്ടുകാരാണ് സഹിച്ചോണ്ടിരിക്കണത്. നാട്ടുകാരും മാത്രം യൂട്യൂബിലുള്ള ആളുകളും സഹിച്ചോണ്ടിരിക്കുന്നത്. ഇത് എന്തൊരു കഷ്ടാണ്. നീ ഒന്ന് സഹിക്കെന്നാണ് ഞങ്ങൾ പറയണത്. ആ ചവറിനെ വെച്ച്, ആ ചവറ് ജന്തുവിനാ നീ ഒന്ന് സഹിച്ചാല് ഞങ്ങള് നാട്ടുകാർക്ക് സ്വൈര്യം കിട്ടും. ഇത് ഡെയിലി വന്ന് ജാക്കിച്ചാൻ അടിച്ചേ, ജാക്കിച്ചാൻ ഉമ്മൻ വെച്ചേ, ജാക്കിച്ചാൻ പിടിച്ചേ, ഈ കൊച്ചിന് കൊടുത്തതൊക്കെ പറയണുണ്ട്. കൊച്ചിന് എന്തോ ചെയ്ത് എനിക്കറിയാൻ പാടില്ല കേട്ടോ. അവർക്ക് എന്തോ ചെയ്ത് വണ്ടി കാശ് കൊടുത്ത് എന്നൊക്കെ കിടന്നുകൊണ്ട് പറയണുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറയണുണ്ട്. ഷെഫീന താത്തേരെ ഉമ്മാന്റെ കാലും കയ്യും ഒക്കെ ഇങ്ങനെ എന്തോന്ന് തേച്ചൊരച്ചൊന്ന് കുളിപ്പിച്ചു കൂട്, അവരെ ദേഹത്ത് അഴുക്കാണ് എന്ന്. അവരെ ദേഹത്ത് ചെളിയും അഴുക്കും മാത്രമല്ലേ മോളെ ഉള്ളൂ. നീ നിന്റെ ഉമ്മാന്റെ ദേഹത്തോട്ട് ഇട്ട് കൊടുത്ത ചെളിയും അഴുക്കും തേച്ചൊരച്ചാലെങ്കിലും പോവോ മോളെ? ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. മോള് വയസ്സായ ആളുകളെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. എൻ്റെ അമ്മൂമ്മയൊക്കെ 90 വയസ്സ് വരെ ജീവിച്ച ഒരു ആളാണ്. എൻ്റെ അമ്മൂമ്മയൊക്കെ നല്ല കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച മണ്ണിലും ചെളിയിലും ഒക്കെ പണിയെടുത്ത ഒരു സ്ത്രീയാണ്. അവരൊക്കെ വയസ്സായ സമയത്ത് അവരുടെ കാലിലെ നഖവും കയ്യിലെ നഖവും ഒക്കെ കറുപുറാന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് എത്ര തേച്ചൊരച്ചാലും വെളുക്കൂല. ഒരു ബ്രൗൺ കളറിലായിരിക്കും അവരുടെ നഖമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത് കഠിനാധ്വാനികളായ സ്ത്രീകൾക്ക് പടച്ച റബ്ബ് തന്നെ കൊടുക്കുന്ന ഒരു സിഗ്നലാണ്. അവരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് അവരുടെ കയ്യിലെയും കാലിലെയും നഖത്തിന് ബ്രൗൺ കളർ കൊടുക്കും. ആ ബ്രൗൺ കളർ അവരുടെ കഷ്ടപ്പാടിന്റെ വിലയാണ്, അവരുടെ കഷ്ടപ്പാടിന്റെ സിമ്പലാണ്. നീയൊന്നും എത്ര വയസ്സായാലും നിന്റെ ഒന്നും നഖത്തിൽ ഒരു അഴുക്കോ ഒരു ചെളിയോ പുരളൂല. കാരണം നിനക്കൊന്നും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു ചരിത്രം പറയാൻ വേണ്ടിയിട്ടില്ല. നിനക്കൊന്നും മക്കൾക്ക് വേണ്ടി അങ്ങനെ ഒരു കഷ്ടപ്പാടിന്റെ കഥ തന്നെ പറയാൻ വേണ്ടിയിട്ടില്ല. നീ ജനിച്ചത് വെള്ളിക്കരണ്ടിയിൽ, നീ ജീവിച്ചത് സ്വർണ്ണക്കരണ്ടിയിൽ, നീ ഉണ്ടാക്കിയിട്ട് പല ആളുകളിൽ നിന്ന് പല രീതിയിൽ വംശപാരമ്പര്യം നിലനിർത്താൻ ഉണ്ടാക്കിയിട്ട കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട് ഏതവളുടെയോ ഒക്കെ ഭർത്താക്കന്മാരെ വിളിച്ച് വീട്ടിൽ കയറ്റി സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന, സുഖലോലുപതയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന നിന്റെ ഒന്നും നഖത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാവൂല. ആ ഉമ്മാന്റെ ദേഹത്തിരിക്കുന്നത് ചെളിയല്ല എന്നും അവരുടെ നഖവും പിന്നെ പല്ല്, അതേപോലെ തന്നെ പല്ലിന്റെ നിറം മങ്ങുന്നത് ഇത് വയസ്സാകുന്ന സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു സിമ്പലാണ്. അവരത്രയും കഠിനാധ്വാനം ചെയ്ത സ്ത്രീകളാണ് എന്ന് മനസ്സിലാക്കാൻ. എന്നിട്ട് അത്രയും വയസ്സായ ഒരു സ്ത്രീയെ പോലും നീ എന്തുവാണ് പറയണത് എന്നൊന്ന് ആലോചിച്ചു നോക്ക്. എവിടെ കൊണ്ട് തീർക്കും മോളെ ഈ ഷെഫീന താത്ത പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ ഈ മുട്ടിന്റെ മുകളിലുള്ള ഒരു ഇതാണ് ഇട്ടിരുന്നത് എന്നാണ് ഈ പുള്ളിക്കാരത്തി പറയുന്നത്. ഇത് കാറ്റടിച്ചു കഴിഞ്ഞാൽ പൊന്തിപ്പോകും എന്നാണ് പറയുന്നത്. അവർക്കൊരു വൈകല്യമുണ്ട് എന്നുള്ളത് മോള് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു. അവർക്ക് അണ്ടർസ്കേർട്ട് ഒന്നും ഇട്ടും കൊണ്ട് നടക്കാൻ പറ്റൂല. അവരെണീറ്റ് നടക്കണമെങ്കിൽ അവർക്ക് ആ ഡ്രസ്സ് ഇട്ടേ മതിയാകൂ.
അവർക്ക് എണീറ്റ് ഒന്ന് നടക്കണമെങ്കിൽ എല്ലാം വലിച്ചു തൂക്കിയിട്ടും കൊണ്ട് അവർക്ക് നടക്കാൻ പറ്റൂല എന്നുള്ള കാര്യം മോൾ മറന്നു പോകുന്നതായിരിക്കും. മോള് ഒരു ലൈവ് എടുത്തു വെച്ചൊന്ന് നോക്കണം. അതായത് മോളിനെ പഞ്ചായത്തുകാർ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ലൈവ്. അതില് നീ അണ്ടർ സ്കേർട്ട് പോലും ഇടാതെ ഒറ്റ നൈറ്റിയിൽ ചെന്ന് കുത്തി മടക്കി നിന്ന് ഗുണ്ടായുസം കാണിക്കുന്ന ഒരു സീനുണ്ട്. നിനക്കെന്തിന്റെ കുരുവായിരുന്നു? നിനക്കെന്തേ അണ്ടർ സ്കേർട്ട് ഇടാൻ മറന്നുപോയാ? അവര് ഒറ്റ ഇതിട്ടോണ്ട് പോകുന്നെന്ന്. അതേ കണക്ക് തന്നെ അവര് വയസ്സായിട്ടും ലിപ്സ്റ്റിക്കും തേച്ച് കണ്ണെഴുതി നടക്കുന്നെന്ന്. അവരെ പൈസയ്ക്ക് അവര് ലിപ്സ്റ്റിക്കും തേച്ച് കണ്ണെഴുതി നടക്കട്ടെ. നിന്നെ പോലെ കണ്ടവരെ പൈസയ്ക്ക് അല്ലല്ലോ അവര് ലിപ്സ്റ്റിക്കും തേച്ച് കണ്ണെഴുതി നടക്കണത്. ഇനിയിപ്പോ വേറൊരു വിഷയം എന്തെന്നറിയാമോ? അവര് വയസ്സായാലും നല്ല ചന്തമാണ് കേട്ടോ. നല്ല സിനിമ നടീനെ പോലെയാണ് ഇരിക്കണത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തോ? ഞാനും അവര് നിൽക്കുമ്പോഴുണ്ടല്ല രാവും പകലും പോലെയാണ് ഇരിക്കണത്. അത്ര സൗന്ദര്യമാണ് അവർക്ക്. ഭയങ്കര സൗന്ദര്യമാണ്. അവർ ഭയങ്കര വെളുത്ത ഒരു സ്ത്രീയാണ്. മേക്കപ്പിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. അവരിങ്ങനെ അവരെ മുഖത്തൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചോര തെറിക്കും. അമ്മാതിരിയാണ് അവരിയ്ക്കുന്നത്. അപ്പൊ വയസ്സാം കാലത്ത് പോലും അവരിയ്ക്കണ ഇരിപ്പൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അവരായ കാലത്ത് അവരെങ്ങനെ ഇരുന്നിട്ടുണ്ടാവും? ഈ മുതുക്കിക്ക് 3-4 നാട് മൊത്തം ചെന്ന് ഞെരങ്ങി പള്ളയിലാക്കുന്നത് കൊണ്ട് ഈ മുതുക്കി ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കണം മുതുക്കിക്ക് 25 വയസ്സേ ഉള്ളൂ എന്നാണ്. 10-33 വയസ്സായിട്ട് കേറി ഇറങ്ങി പെറ്റോണ്ട് നടക്കുകയാണ് നീ. അതായത് വിത്ത് കാളേനെ പോലെ മുതുക്കി തള്ളയായിട്ട് നിന്നെയും ഷെഫീന താത്തേനെയും നോക്കിയിട്ട് ജനങ്ങൾ പറയട്ടെടി ആരാണ് മുതുക്കിയെന്ന്, ആരാണ് വയസ്സായതെന്ന് ആളുകൾ പറയട്ടെ. നീ ഫിൽറ്റർ ഇട്ട് വെളുപ്പിച്ചിട്ടാണ് നീ ചെറുപ്പം കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. ആ ഫിൽറ്റർ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ നരയും മുടിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അമ്മാതിരി ഇരിക്കുന്ന നീ അവരെ കുറ്റം പറയുന്നു. എത്ര മുതുക്കിത്തുള്ള നീയാണ്. അതുപോലെ ഇനിയിപ്പോ അവരെ കാര്യം അവിടെ നിർത്തിട്ട് നിന്റെ ഉമ്മ പൊന്നു മോളെ പറയാതിരിക്കാൻ പറ്റൂല. എന്തൊരു ചന്തോടി നിന്റെ ഉമ്മാനെ കാണാൻ. അതായത് ഇവളുടെ ഉമ്മാനെ കണ്ടു കഴിഞ്ഞാൽ എവളാണ് ഉമ്മ എന്ന് പറയും, അവര് മോളാണെന്ന് പറയും. അത്ര ചന്തോടെ അത്ര സുന്ദരിയായിട്ടുള്ള ഒരു ഉമ്മ. ഇവളുടെ ഉമ്മ എന്നൊന്നും പറയില്ല. ഇവളെയും ഇവളുടെ ഉമ്മാനെയും കണ്ടു കഴിഞ്ഞാൽ ഇവളുടെ ഉമ്മ മോളാണെന്ന് പറയും. പിന്നെ ചുമ്മാതല്ല റഹീമിനെ ചേർത്ത് പറയണത് മോള്. ഇതാര് പറയണത്? ഒരാളെ കുറ്റം പറയാതെ നീ തിന്നതെന്ന് കാണിച്ചതാണ്. എവളുടെ വീഡിയോകളെ നിങ്ങൾ എടുത്തൊന്ന് നോക്ക്. ആദ്യം ആ മരിച്ചുപോയ ചങ്ങായിനെ കുറ്റം പറയുന്നു, പിന്നെ ഇവളെ മക്കളെ തന്തമാരെ മൊത്തം കുറ്റം പറയുന്നു. ഇതൊന്നും പോരാത്തതുകൊണ്ട് അയൽക്കാര് തന്തമാരെയും കുറ്റം പറയുന്നു. ഇതൊന്നും പോരെങ്കിൽ ഇവളെ സ്വന്തം തന്തേനെയും കുറ്റം പറയുന്നു. ഇവളെ സഹോദരന്മാരെ കുറ്റം പറയുന്നു. എന്തിനധികം ഇവളെ ലാസ്റ്റത്തെ സഹോദരെ ഒരു പെങ്കൊച്ചിനെ സ്നേഹിക്കുക എന്തോ ചെയ്യുന്നെന്ന് തോന്നുന്നു. അതിന്റെ വീട്ടുകാരെ അടക്കം കുറ്റം പറയുന്നു. ഇത് എവിടുന്ന് കിട്ടണം ഈ കുറ്റം? ഇതെല്ലാം ഈ കുറ്റം എല്ലാം വന്നിട്ട് വിളമ്പിയിട്ട് അതിൽ നിന്ന് കിട്ടണ പൈസയും കൊണ്ട് തിന്നിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവരെ പറയുന്നു എടി നീ മോണിറ്റൈസേഷൻ കട്ടാക്കുന്നു. എടി നിന്റെ സ്വന്തം കുടുംബത്തിനെയും നിന്റെ സ്വന്തം അയൽക്കാരെയും വിറ്റ് തിന്നുന്ന പൈസ നിന്റെ ശരീരത്തിൽ ദഹിക്കുമെങ്കിൽ ഞങ്ങൾക്കും ദഹിക്കും. ഇത് ചൂണ്ടിക്കാണിക്കുന്നതിന്റെ പേരിൽ ഞങ്ങൾക്കും ദഹിക്കും. സ്വന്തം കുടുംബത്തിനെ സ്വന്തം പെറ്റുമ്മാനെയും വിറ്റ് തിന്നുന്ന നിനക്ക് ദഹിക്കുമെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടാക്കാൻ വന്നേക്കുന്നു. എന്തിനാണ് ഈ ഒരു വീഡിയോ ഇട്ടതെന്നറിയാമോ? 19 വയസ്സായ ഇവളുടെ ജാക്കി ചാന്റെ ഉമ്മാന്റെ വോയിസ് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ പബ്ലിഷ് ചെയ്തതെന്നാണ് ഇവൾക്ക് വേദന. അപ്പൊ 90 വയസ്സുള്ള ഷെഫീന താത്തേരെ ഉമ്മാന്റെ വീട്ടിൽ ചെന്ന് തൊഴുകൈകളോടെയാണ് നിന്നത്. നിങ്ങൾ ആ CCTVയിൽ ആ ദൃശ്യമുണ്ട്. തൊഴുകൈകളോടെ നിന്ന് ഉമ്മാ നിങ്ങളെ മോളെടുത്ത് പറയണ എന്നെ ദ്രോഹിക്കല്ലേന്ന്. അപ്പൊ അവര് പറഞ്ഞ് എനിക്കറിയാൻ പാടില്ല, അവളടുത്ത് പോയി പറ, ഞങ്ങൾ പറഞ്ഞാലൊന്നും അവള് കേൾക്കൂല എന്ന് പറഞ്ഞെടുത്തുനിന്ന് ചാടി ഇങ്ങ് പുറത്തിറങ്ങിയിട്ട് ദാ തള്ള നിക്കണേ, ദാ നിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സുലിഭത്ത് ദാ നിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അവര് 90 വയസ്സുള്ള അവരെ വീട്ടിൽ ചെന്ന് അവരെ ചീത്ത വിളിച്ചപ്പോ കൊള്ളായിരുന്നു. നിന്റെ ഈ 82 വയസ്സുള്ള തള്ള ഇവരെ ഇങ്ങോട്ട് വിളിച്ച് വാങ്ങിച്ചു പിടിച്ചതാണ് അത്. ഷാനിന്റെ വാപ്പ ആര് എന്ന് ഷെഫീന താത്ത ഷാനിന്റെ ഉമ്മാന്റെ അടുത്ത് ചോദിച്ച് എന്ന് അവരിങ്ങോട്ട് പറഞ്ഞതാണ്. എന്റെ വാപ്പ മാമന്റെ മോനാണ്, ഷാനിന്റെ വാപ്പ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, വില്ലേജ് ഓഫീസറാണ് എന്നൊക്കെ ഉള്ളത് അവരിങ്ങോട്ട് പറഞ്ഞതാണ് പൊന്നുമോളെ. അപ്പൊ അത് ഷെഫീന താത്ത ചോദിച്ച് എന്നുള്ളതാണ് എവള് പറയണത്. എന്നിട്ട് തൊട്ടപ്പുറത്ത് തന്നെ പറയണത് നിന്റെ ഉമ്മാനെ കുറിച്ച് അവിടെ നാട്ടുകാർക്ക് എല്ലാം അറിയാന്ന്. മോളെ നിന്റെ ഉമ്മാനെ കുറിച്ചുള്ള കാര്യങ്ങൾ നാട്ടുകാർക്ക് മാത്രമല്ല അറിയാവുന്നത്. യൂട്യൂബിലുള്ള
ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട കാര്യമാണ്. അതും നീ പറഞ്ഞിട്ട്. എന്താണ് നീ പറഞ്ഞതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടാ? വാപ്പ ഡ്രൈവറായിട്ട് പോയപ്പോ 4 വയസ്സിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 4 വയസ്സിൽ ഇവള് കണ്ട കാര്യം ഇവക്ക് ഓർമ്മയുണ്ട്. ഇത് എന്റെ മക്കള് കേട്ടിട്ട് എന്റെ മക്കള് പറയാണ്, 4 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വയസ്സും വെച്ചിന്ന് എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ ഒന്നും. അപ്പൊ ഇത്രയും വയസ്സുകൾക്ക് ശേഷം 10-32 വയസ്സായ നീ 4 വയസ്സിലുള്ളത് ഓർമ്മിച്ചെടുത്ത് ഉമ്മാനെ തെറ്റുകാരിയാക്കി സമൂഹത്തിന്റെ മുമ്പിൽ, അതും സ്വന്തം പെറ്റുമ്മാനെ, സ്വന്തം പെറ്റുമ്മാനെ തെറ്റുകാരിയാക്കി നാട്ടിൽ വിളമ്പുന്ന നീ നാട്ടിലുള്ളവരുടെ ഉമ്മാനെ തെറ്റുകാരിയാക്കുന്നത് അതിശയോക്തി ഒന്നുമില്ല. മനസ്സിലാത്തവരെ ഉമ്മാന്റെ നടത്തയും രൂപവും കോലവും ഒക്കെ പറഞ്ഞും കൊണ്ട് കളിയാക്കുന്നുണ്ട്. ഇതാരാണ് കളിയാക്കുന്ന? മരയന്തിന്റെ ഫോട്ടോ ഒന്ന് കണ്ണാടിയിൽ നോക്കാറുണ്ടാ? ഈ കണ്ണാടിയിൽ നോക്കണ്ട, നീ എടുക്കുന്ന വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാ മതി. മരയോന്ത് എന്നിട്ട് ഇന്നൊന്നും ചിരിക്കുകയാണ്. ഒരു വയസ്സായ സ്ത്രീനെ അങ്ങോട്ട് അവരെ രൂപം വെച്ച് കളിയാക്കിയിട്ട്, എടി അവരായ കാലത്ത് നല്ല സുന്ദരി ആയിരിക്കണം, അതുകൊണ്ടല്ലേ ഇത്രയും സൗന്ദര്യമുള്ള മക്കളെയൊക്കെ പ്രസവിച്ചിട്ടേക്കുന്നത്. കഷ്ടം തന്നെ. എന്നിട്ട് ഇരുന്നുണ്ട് അങ്ങനെ മരയാന്തിന്റെ കോലവും വാ നിറച്ച് പല്ലും ഗർഭപൂതിയും നാട്ടുകാരുടെ മൊത്തം ടെൻഡർ എടുത്തുകൊണ്ട് നടക്കുന്ന എവള് മറ്റുള്ളവരെ പറയുന്നു മരയാന്ത്. പല്ലീര മോന്തയും വെച്ചും കൊണ്ട് മുതുക്കി. വേറൊരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെഫീന താത്ത നിൽക്കുമ്പോൾ ഷെഫീന താത്തേരെ ഫ്രോക്ക് ഇങ്ങനെ കാറ്റത്ത് പറക്കൂ അത്രേ. ഷെഫീന താത്തേരെ ഫ്രോക്കല്ലേ കാറ്റത്ത് പറക്കൂ? ഒരു നല്ല കാറ്റ് വന്നാൽ നീ ഇങ്ങനെ കാറ്റത്ത് പട്ടം പറക്കും പോലെ പറന്നു പോകുമല്ലോ. കാറ്റത്ത് പട്ടം പറക്കും പോലെ പറന്നു പോകുന്ന നീയാണ്. ഒരു നല്ലൊരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ കാണണമെങ്കിൽ ഞങ്ങൾ ആകാശത്ത് നോക്കണം. അങ്ങനെയുള്ള നീയാണ് അവരെ ഉടുപ്പ് പറക്കുന്നത് കാണുന്നത്. കഷ്ടം തന്നെ എന്റെ പൊന്നു വെച്ച്. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം, അതായത് നിനക്കുണ്ടല്ലോ നല്ലൊരു പണി തരും എന്റെ പ്രസവം ഒന്ന് കഴിഞ്ഞോണ്ട്. അതിപ്പോ ഞങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങൾക്കല്ല പണി കിട്ടാൻ വേണ്ടിയിട്ട് പോണത്. നാട്ടിലുള്ള ഏതോ പെണ്ണിന്റെ ഏതോ ഭർത്താക്കന്മാർക്ക് നല്ല പണി നീ കൊടുക്കും. ഇതൊന്ന് പെറ്റെഴുന്നേക്കണതും നീ നിന്റെ കൂടെയുള്ള നാറ്റം പിടിച്ച ജന്തുവിനെ നീ അടിച്ച് കളയുകയും ചെയ്യും. നാട്ടിലുള്ള ഏതെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് നീ നല്ല പണി കൊടുക്കൂ എന്നുള്ളത് ലോകത്താർക്കറിഞ്ഞൂടെങ്കിൽ എനിക്കറിയാം മോളെ, എനിക്ക് നല്ലോണം അറിയാം മോളെ. ബാക്കി അതിന്റെ ഇടയിൽ ഇരുന്നോണ്ട് ശപിക്കുകയും കൂടി ചെയ്യണുണ്ട്. അതായത് ഞാൻ ഗർഭിണിയാണ്, ഞാൻ ശപിക്കുകയാണ്, നിന്റെ മോനെ ഞാൻ ശപിക്കുകയാണ്, നിന്റെ മോനെ ഒരിക്കലും പെണ്ണ് കെട്ടാണ്ടായി പോട്ടെന്ന്. ഇതാര് പഠിപ്പിച്ചത്? അതായത് ഞാൻ ഗർഭിണിയാണ്. നമ്മളെയൊക്കെ നാട്ടിൽ ഗർഭിണിയാവുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ കുടുംബത്തിലൊക്കെ ആൾക്കാർ പറയണത്, മക്കളെ നല്ല ബുക്കുകൾ വായിക്കണം, നല്ല സംഗീതം കേൾക്കണം, ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയി ഇരുന്ന് കാറ്റ് കൊള്ളണം, എപ്പോഴും വീട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കരുത്, മനസ്സ് ഭയങ്കര റീഫ്രഷ് ആയിട്ട് വെക്കണം. ഇത് ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്ക് ഇത് ഭയങ്കര എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ മനസ്സ് എപ്പോഴും ശാന്തമായിട്ട് വെക്കണമെന്ന്. ഇവള് വന്നിട്ട് പറയുകയാണ്, ഞാൻ നിറവയറോടുകൂടി നിന്റെ മോനെ ശപിക്കുകയാണടി, നിന്റെ മോൻ ഒരിക്കലും പെണ്ണ് കിട്ടാണ്ടായിപ്പോട്ടെന്ന്. ഈ ഇങ്ങനെ ശപിച്ച് ഇപ്പൊ കയ്യിലിരുന്ന കൊച്ചും പോയി. ഇനി ഉണ്ടാകും, ഇതൊന്നും പറയാൻ പറ്റൂല. ഒരു ഗർഭ അവസ്ഥയിൽ ഇരുന്നും കൊണ്ടാണ് ഇത് പറയുന്നത്. ഇങ്ങനെ ശപിക്കുമ്പോ ഒരു കാര്യം ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശപിക്കുന്ന സമയത്ത് ആ ശാപം നമ്മുടെ തലയിൽ തന്നെയായിരിക്കും വീഴുന്നത്. അതായത് നമ്മളെ 2 വശത്തും മലക്കുകളുണ്ട് എന്ന് പറയുന്നില്ലേ. ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യത്തിന് ആമീൻ പറയും, അവർ ആമീൻ പറയുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ആമീൻ പറയുന്ന സമയത്ത് ഈ 2 സ്ഥലത്തും 2 ബുക്കുകളുണ്ടല്ലോ, ഈ 2 ബുക്കുകളിൽ എഴുതി അങ്ങോട്ട് കയറ്റുന്നുണ്ടാവും. ഈ എഴുതി കയറ്റുന്നതിൽ ആമീൻ പറഞ്ഞ് അങ്ങോട്ട് കയറ്റുന്നുണ്ടാവും. പൊന്നുമോളെ, ഈ ആമീൻ പറയുമ്പോൾ നിനക്കും കൂടി ആ സംഭവം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ആൾക്കാർ പിന്നെ എന്തെങ്കിലും ഒരാളിനെ കുറിച്ച് ദുആ ചെയ്യുന്ന സമയത്ത് ആമീൻ എന്ന് പറയുന്നത്. അത് നമുക്കും കൂടി അതിന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് പറയുന്നത്. ആ സംഭവം നടക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കും അത് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും. ഇത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമാതിരി നാട്ടിലുള്ള പെണ്ണുങ്ങളെയും വീട്ടിലുള്ള പെണ്ണുങ്ങളെയും അയ്യോ ഇമാതിരി ശപിക്കുന്ന ഒരു ഗർഭിണീനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ നിറവയറോടുകൂടി ഇരുന്നിട്ട് നിന്റെ മോന് പെണ്ണ് കിട്ടാണ്ടായിപ്പോട്ടെ,
നിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് പെണ്ണ് കിട്ടാണ്ടായി പോവാതെ അല്ല ചെക്കൻ കിട്ടാണ്ടായി പോവാതെ ഇരിക്കട്ടെ. അല്ലാതെ ഇപ്പൊ എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്? ഓ, എവിടെ നിന്ന് വരണം? നീ ഈ ശപിക്കാൻ വേണ്ടിയിട്ടാണ് ഗർഭിണിയായത്. ഇത് ഗർഭാവസ്ഥയില് സ്ത്രീകൾ ഭയങ്കര പുണ്യ അവസ്ഥയിലോട്ട് പോകുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ആ സമയത്ത് അവരുടെ മനസ്സ് അറിയാതെ എങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, പക്ഷെ നിന്റെ മനസ്സ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും സംഭവിക്കില്ല. കാരണം അത്രയും ദുഷിച്ച മനസ്സിന്റെ ഉടമയാണ് നീ. സ്വന്തം പെറ്റുമ്മാനെ പോലെ എന്ത് തെറ്റ് ചെയ്ത ആണെങ്കിലും ആയിക്കോട്ടെ, സ്വന്തം ഉമ്മാന്റെ കുറ്റവും കുറവും പറയാൻ ഒരു മക്കൾക്ക് അധികാരവും ഇല്ല, അവകാശവും ഇല്ല. ആ ഉമ്മ വിചാരിച്ചത് കൊണ്ടാണ് നിനക്ക് ഈ നാക്കും മൂക്കും ആ ദേഹത്ത് കയറാത്ത ഒരു തലയും ഒക്കെ നിനക്ക് കിട്ടിയത്. ആ ഉമ്മ ഒന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ്. ആ ഉമ്മയ്ക്ക് വരെ ശാപവാക്കുകൾ ഉരുവിട്ട് എന്തിന്? നീ നിന്റെ വയറ്റിൽ സ്ഥാനം കൊടുത്ത് നീ പോറ്റി വളർത്തി, ഇത്രയും വളർത്തി, ഞാൻ പൊന്നുപോലെ വളർത്തി എന്ന് പറയണ നിന്റെ കൊച്ചിനെ വരെ നീ എമാതിരി ശാപമാണ് ശപിക്കുന്നത്. ഇതൊക്കെ നിന്റെ തന്നെ തലയിലല്ലേ വീഴണത്? അതുപോലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു 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 മരങ്ങോടെ താത്തമാരും ഇല്ലേന്ന് തന്നെ. എന്നിട്ട് ഇതെന്തെങ്കിലും നമ്മളൊന്ന് പറയിട്ട് നിനക്ക് വേറെ ജോലിയില്ലേ, നീ പച്ചർച്ച തിന്നാണാ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ ഇത്രയും ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഈ മാതിരി പറയുമ്പോൾ അതൊന്ന് തിരുത്താനും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ആ കാര്യം ഒന്ന് തിരുത്താൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അത് പറയുന്ന നമ്മളെ തിരുത്തലാണ് നിങ്ങൾക്ക് ഭയങ്കര വെപ്രാളവും പരവേശവും. എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മുതിക്കിത്തള്ള, പെറ്റ് കൊതി തീരാതെ നടക്കണം, മുതിക്കിത്തള്ള, മറ്റുള്ളവരെ വംശം നിലനിർത്താൻ നടക്കണം, മുതുക്കി